അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യമായിട്ട് ബൂബനെ കൊണ്ട് യാത്ര പോവാണ്. ബൂബുവിനെ ഇഞ്ചക്ഷൻ കുത്താനല്ലാണ്ട് നമ്മളൊരു സ്ഥലത്തേക്കും ലോങ് ആയിട്ട് കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ നമ്മൾ പോണ എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ വീട്ടിലേക്കാണ് പോണത്. കാരണം നമുക്ക് അവിടെ നിന്ന് ആദ്യമേ പിക്ക് ചെയ്യണം. കാരണം പിറ്റേ ദിവസം ശിവരാത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോയി. അപ്പോൾ അവിടെ എത്തിയിട്ട് കുറച്ച് നേരം ഹാരി പിണങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവനെ പോയി സെറ്റാക്കായിരുന്നു കേട്ടോ ഫസ്റ്റ് എൻ്റെ ജോലി. അപ്പം നമ്മളവിടെ നിന്ന് അച്ചമ്മേനെയും ആദീനെയൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോണത് ഇവിടെ ആവണേങ്കാട് ക്ഷേത്രത്തിലാണ്. അവിടെ ആണെങ്കിൽ ഉത്സവമൊക്കെ നടക്കുന്നതിൻ്റെ ലാസ്റ്റ് ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് അതൊക്കെ കാണാമെന്ന് വെച്ചു. ഈ ഒരു ഉത്സവം നടക്കുന്ന കാര്യം മിക്ക ആൾക്കാരെ അറിയാമെന്നിരിക്കുന്നു. കാരണം ഇതെല്ലാം കഴിഞ്ഞ് അവസാനത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ പോകണത്. കാരണം അപ്പോഴെങ്കിൽ ഞങ്ങൾക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് എക്സാം അങ്ങനെയൊക്കെ ആയി. കാരണം ഓരോരുത്തർക്കും ഓരോരുത്തർക്കായി കാരണം പോകാനൊന്നും പറ്റില്ല. അപ്പോൾ ഗൈസ് നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? ആവണേങ്കാട് എത്തിയിരിക്കുന്നു. ശരിക്കും ആറ്റി കുറവുണ്ട്. പച്ചകൾ അവിടെ വീഡിയോ എടുക്കാൻ അലോഡ് നല്ലായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു 1:30 ആയി ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വരുന്ന സമയത്ത് അവിടെ പുഴയ്ക്കൽ വെച്ചിട്ട് അവിടെ ഒരു പറമ്പ് പോലത്തെ സ്ഥലമുണ്ട്. അവിടെ ഇപ്പം തീ കത്തണുണ്ട്. കുറേ പേരൊക്കെ വണ്ടി ചവിട്ടി നിർത്തി പോലീസിനെയും ഫയർഫോഴ്സിനൊക്കെ വിളിച്ചിട്ട് അവരൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ പോയത്. എത്താൻ പോകുന്നു 2 മണി. ഞാൻ പറഞ്ഞില്ലേ 2 മണി അവിടെ എത്തുന്നു സമയത്ത് നമ്മളിവിടെ നടക്കുകയാണ്. നമ്മൾ എന്താ പറയുക, നാളത്തേക്കുള്ള കോഡില്ല ബാക്കി പരിപാടിക്ക് എങ്ങനെയുണ്ടായിരുന്നു അമ്പലത്തിൽ? അവിടെ അമ്പലത്തിൽ പോയി സൂപ്പറായില്ലേ. കുറേ കാര്യങ്ങൾ നടന്നു. നല്ല തിരക്കുണ്ടാവും. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 12 മണി നല്ല 1 മണിയായി. 12:45. ഞാൻ തുന്നി കഴിഞ്ഞ് പിന്നെ എന്തായാലും നമുക്ക് ആർക്കും ഉറക്കം വരുന്നില്ലല്ലോ. എനിക്ക് തീരെ ഉറക്കം വരില്ല. അല്ലെങ്കിൽ ഞാൻ ഇപ്പം കിടന്ന് ഉറങ്ങേണ്ടതാ. എനിക്ക് തീരെ ഉറക്കം വരില്ല. രൂപതാനോടെ ഫോളോ തട്ടിക്കൊണ്ടിരിക്കും. അത് കിട്ടിയിട്ട് ഞാൻ